കാസർഗോഡ് നിന്ന് രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, കാസർഗോഡ് ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? രാവിലെ തിരക്കുണ്ടോ ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ? അത് രാവിലെ മുതൽ വലിയ തിരക്കുണ്ട്. ചില ഇടത്ത് നീണ്ട നിര കാത്തു നിൽക്കേണ്ടി വരികയാണ്. ആ നിൽക്കുന്ന ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ ഒരിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കാറടുക്കയിലെ 2ാം വാർഡിലാണ് ഉള്ളത്. ഇവിടെ രാവിലെ വോട്ടിംഗ് മെഷീൻ 2 തവണയാണ് തകരാറിലായത്. അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം കാത്തു നിൽക്കുമ്പോഴും ഇനിയിപ്പോൾ എത്ര മണിക്കൂർ കാത്തു നിന്നാലും വോട്ട് ചെയ്തിട്ടേ മടങ്ങൂ എന്ന് പറയുന്നവരുണ്ട്. കാരണം ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാണ്. രാവിലെ 2 തവണ ഇത്തരത്തിൽ ഈ ഭാഗത്ത് ഈ ബൂത്തിൽ മാത്രമായി 2 തവണയാണ് ഈ മെഷീൻ തകർന്നത്. ഇപ്പോൾ നമുക്ക് ഈ പ്രായമുള്ള ആളുകളെ കാണാം. അവർ ഈ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കാരണം ഈ കാത്തിരിപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതും രാവിലെ അങ്ങനെ തന്നെയാണ്. കുറേ സമയമായി വന്നിട്ട് അരമണിക്കൂർ ആണോ? രാവിലെ വോട്ടിംഗ് മെഷീനൊക്കെ പ്രശ്നമാക്കിയിരുന്നു. അത് വൈകിയും തോന്നുന്നോ? വന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നവരുണ്ട്. കുറേ അമ്മമാരും ആളുകളൊക്കെ കാത്തു നിൽക്കുകയാണ്. അമ്മേ, വോട്ട് ചെയ്യാൻ വന്നതാണ്. എപ്പോ എത്തി? കുറച്ചു നേരമായി, കുറച്ചായി. മുഖത്തൊരു സന്തോഷമുണ്ടല്ലോ. വോട്ട് ചെയ്യുന്നതിന് സന്തോഷമാണോ? സന്തോഷമാണ്. കുറെ കാത്തിക്കേണ്ടി വന്നോ? കൂടെ വന്നതാണോ? കൂടെ വന്നതാണ്. ഇവിടെ താമസം ഉണ്ടോ? കേട്ടില്ല. മലയാളമല്ല, ആ ഭാഷയോടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടി ഹരിതകർമ്മസേനയുടെ 2 പേർ സജ്ജമായി നിൽപ്പുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് കുറച്ച് വൈകി? അപ്പൊ ആളുകളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കടത്തി വിടുക? എന്തൊക്കെയാ ചെയ്യുന്നത്? ആൾക്കാർക്ക് ജോലി പോകുന്നുണ്ട്. ഉണ്ട്. രാവിലെ മെഷീൻ മണിമുടക്കി പോകുന്ന ടെൻഷനായി. കുറച്ച് ഇതായില്ലേ, അതെന്താക്കാൻ വിനാപ്പിയാണ്. എന്ത് ചെയ്തു? എന്നിട്ട് പിന്നെ നേരാക്കി. ഈ പുഞ്ചിരിയോട് കൂടിയാണ് ആളുകളെ കടത്തി വിടി അവരെ ടെൻഷനൊക്കെ മാറ്റുന്നതാണോ? ഇല്ല, ടെൻഷനാക്കുന്നില്ല. എല്ലാവരോടും പുഞ്ചരി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കുറെ പേര് കാത്തിരിപ്പുണ്ട്. രാവിലെ അങ്ങനെ ഒരു താമസം വന്നോ? കുറച്ച് ടൈം, കുറച്ച് പ്രശ്നം ഉണ്ടായിന്, പെട്ടെന്ന് ശരിയാക്കി. ശരിയാക്കാൻ പറ്റി. ഇനിയിപ്പോ വോട്ടർമാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്തോ? ചെയ്തു. എന്തായാലും അങ്ങനെ തന്നെയാണ്. ഇത് കാത്തു നിൽക്കുമ്പോഴും വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും എല്ലാവരും ഈ പറയുന്നത് പോലെ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കുക എന്ന ബോധ്യത്തോട് വന്ന് കാത്തു നിൽക്കുകയാണ്. അവരെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും പ്രധാനമായി ഇത് കാറടുക്ക പഞ്ചായത്താണ്. ഇവിടെ വലിയ മത്സരമാണ് നടക്കുന്നത്. BJP ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിൽ ഒന്നാണ് കാറടുക്ക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു. തൊട്ട് പുറത്ത്, പോളിംഗ് ബൂത്തിന് പുറത്ത് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ട്. എന്തായാലും അങ്ങനെ രാവിലെ മുതൽ കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വലിയ നിര കാണാം. അവിടെ ചിലയിടങ്ങളിൽ ഈ യന്ത്ര തകരാർ വൈകൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആളുകൾ അതെല്ലാം മറികടന്നുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കുകയാണ്. മധു. ശരി, രാഹുൽ ജി നാഥാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 48ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 11 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇന്ന് ബൂത്തിലേക്ക് എത്തുന്നത്. രാഹുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കാസർഗോഡ് മാത്രമല്ല, രാവിലെ ഏതാണ്ട് 123 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വൈകുന്ന സാഹചര്യമുണ്ടായി. മോക്ക് പോളിംഗ് പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് വോട്ടിങ്ങിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. മറ്റെല്ലായിടങ്ങളിലെയും പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.